CPM-ലെ പടലപ്പിണക്കങ്ങൾ കുറച്ച് മുമ്പ് തുടങ്ങിയതാണ്. അതിന്റെ പ്രധാന കാരണം പിണറായി തന്നെയാണ്. പിണറായി അദ്ദേഹത്തിന്റെ ഭരണം കഴിഞ്ഞാൽ ഇവിടെ CPM-ഉം പിന്നെ വേണ്ട, പിന്നെ ഒരു മുഖ്യമന്ത്രിയും പിന്നെ ഒരു ഭരണ സംവിധാനവും ഒന്നും വേണ്ട. ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി, അതിന്റെ നേതാവ് താൻ തന്നെ ആയിരിക്കണം എന്ന ഒരു ധാർഷ്ട്യം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. നവകേരള സദസ്സിൽ ശൈലജ ടീച്ചറുടെ ആ നാട്ടില് സദസ്സ് കൂടുന്ന സമയത്ത് ടീച്ചർ സ്വാഭാവികമായും അവിടുത്തെ MLA ആയതുകൊണ്ട് തന്നെ അധികം സംസാരിക്കും. ജനങ്ങളുമായി കൂടുതൽ ഇടപഴകേണ്ടത് അവരുടെ ആവശ്യമാണ്. അങ്ങനെ സംസാരിച്ച് കുറേ വിഷയങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയേക്കാളും കൂടുതൽ സമയം, പിണറായിയേക്കാളും കൂടുതൽ സമയം സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് അവിടെ വിഷയമുണ്ടാക്കി വെറുതെ ഡയലോഗ് അടിച്ച് വഷളാക്കിയത് നമ്മൾ കണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ പടലപ്പിണക്കം ഉണ്ട് എന്ന് പറയുന്നത്. പടലപ്പിണക്കം മാത്രമല്ല, ഒരു അഹംഭാവം, ഞാനെന്നൊരു ഭാവവും അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പാനൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടംപൊരി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടി ഒരു DYFI പ്രവർത്തകൻ മരണപ്പെട്ടതും വേറെ ചിലർക്ക് പരിക്കേറ്റതുമൊക്കെ വാർത്തയായിരുന്നു. അവിടേക്ക് പാർട്ടി നേതാക്കളും അതുപോലെ പ്രാദേശിക ഘടകങ്ങളും അല്ലാത്തവരും പാർട്ടി അനുഭാവികളും ഒക്കെ ആ വീടുകളിലേക്ക് പോകുന്നത് കുഴപ്പമില്ല എന്നും അതൊരു വലിയൊരു പാപമൊന്നുമല്ല, വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു സാധാരണ സംഭവം മാത്രമാണ് അവിടെ നടന്നതെന്നും എന്ന മട്ടിൽ പിണറായി സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്, എല്ലാവരും ചർച്ച ചെയ്തതാണ്. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് അത്തരത്തിൽ ആ വീടുകളിൽ സന്ദർശനം നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിലാണ് ശൈലജ ടീച്ചർ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ ഒരു വിഭാഗീയത ഉടലെടുക്കുന്നുണ്ട്. ഈ വിഭാഗീയതയാണ് നേരത്തെ നവകേരള സദസ്സിന്റെ സമയത്തും പുറത്തു വന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഇതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ എതിർക്കുന്നതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ. CPM-ന്റെ അല്ലെങ്കിൽ TPയുടെ അനുയായികളായ ഒരു വിഭാഗക്കാരെ കൂട്ടു ചേർത്തുകൊണ്ട് അവരെ അന്വയിപ്പിച്ചുകൊണ്ട് ഒരു പരുവത്തിലാണ് ശൈലജ ടീച്ചർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് EP ജയരാജൻ TP കേസിൽ അനാവശ്യമായ 4 ഡയലോഗ് അടിച്ചുകൊണ്ട് അതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം പഠിക്കൽ കൊടവട്ടടച്ചു എന്ന പോലെ, വെള്ളം കോരിതെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ശൈലജ ടീച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു, ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. പിന്നീടാണ് ശൈലജ ടീച്ചർ കൽപ്പിച്ചത് TP ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം, ഒരക്ഷരം EP മിണ്ടാൻ പാടില്ല എന്ന്. അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എവിടെയും തന്നെ TPയെ കുറിച്ച് പരാമർശിക്കുന്നില്ല, മിണ്ടൽ നിർത്തി. വീണ്ടും ശൈലജ ടീച്ചർ ഒരു പരുവത്തിന് എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂടെ കൂട്ടിപ്പിടിച്ച് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കരചാടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഉണ്ടംപൊരിന്റെ കഥ വരുന്നത്. ഈ ഉണ്ടംപൊരി ഉണ്ടാക്കിയത് അനധികൃതമല്ല എന്നും നല്ല എണ്ണയിൽ തന്നെയാണെന്നും അത് മൂപ്പ് കൂടിയത് കൊണ്ടാണ് പൊട്ടിയതെന്നും അങ്ങനെ പൊട്ടിയത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നതെന്നും അതുകൊണ്ട് അതിൽ തെറ്റൊന്നും ഇല്ല എന്നും ഒരു സാധാരണ സംഭവമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിണറായി രംഗത്ത് വന്നത്. ഏതായാലും ആ ഉണ്ടംപൊരി കഥയോടുകൂടി വീണ്ടും സംഗതി വഷളായേക്കാണ്. അതായത് മരിച്ചവന്റെ വീട്ടിൽ പോയത് തെറ്റല്ല എന്നാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി സംഘടന എന്ന നിലയിൽ അവിടെ പോയത് തെറ്റല്ല എന്നാണ് പിണറായി പറഞ്ഞതെങ്കിൽ അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. ഏതായാലും ശൈലജ ടീച്ചർക്ക് ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഒപ്പിച്ച് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇടങ്ങേറാക്കി കൊണ്ടുവന്നത് തകർത്തെറിയുന്നതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പിണക്കം മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. CPM-ന്റെ ഭാഗം തന്നെയാണ്, LDF-ന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗം തന്നെയായിട്ട് അങ്ങനെ ആയിട്ട് തന്നെയാണ് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നത്. എന്നാൽ അവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആശയപരമായിട്ട് എന്തോ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് കരുതി ആ സംഘടനാ കെട്ടുറപ്പിനെ പോലും തകർക്കുന്ന വിധത്തിൽ അവരെ തകർക്കാൻ, തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ ഇവിടുത്തെ CPM നേതൃത്വം എന്ന് പോലും തോന്നുന്ന വിധത്തിലാണ് അവരുടെ പിണറായിയുടെ ഒക്കെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും കാണുമ്പോൾ തോന്നുന്നത്. സത്യത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഈനാമ്പേച്ച് ചിഹ്നം അനുവദിച്ചു കിട്ടുമോ, മരപ്പെട്ടി ചിഹ്നം അനുവദിച്ചു കിട്ടുമോ എന്ന കാര്യത്തിലാണ് CPM ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തെങ്കിലും ഒരു 10-11 സീറ്റുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഈ തെരഞ്ഞെടുപ്പ് വേളയിലും ഇങ്ങനെ കുറ്റിപ്പറിക്കുന്ന പരിപാടിയും കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഇനി ഇവരെ തെരഞ്ഞെടുക്കേണ്ട ജനം എന്താണ് ഇവരെ വിശ്വസിക്കേണ്ടത് എന്നത് സ്വാഭാവികമായും സംശയം ഉയരുന്നതാണ്.